ഒമാനിലേക്ക് വരുന്ന ടൂറിസ്റ്റുകൾക്ക് അല്ലെങ്കിൽ ട്രാൻസിറ്റ് യാത്രക്കാർക്ക് അവരുടെ ഹോം കൺട്രിയിൽ നിന്ന് ഇഷ്യൂ ചെയ്ത ഡ്രൈവിംഗ് ലൈസൻസ്, ഇന്റർനാഷണൽ ഡ്രൈവിംഗ് ലൈസൻസ് ഉപയോഗിച്ച് ഒമാനിൽ വാഹനം ഓടിക്കുന്നതിനുള്ള മാനദണ്ഡങ്ങളെക്കുറിച്ച് ഓർമ്മപ്പെടുത്തിയിരിക്കുകയാണ് റോയൽ ഒമാൻ പോലീസ്. ഇത്തരത്തിലുള്ള ഡ്രൈവിംഗ് ലൈസൻസുമായി ഇവിടേക്ക് വരുന്ന ഒരാൾക്ക് അവരുടെ ഡ്രൈവിംഗ് ലൈസൻസിന് ചുരുങ്ങിയത് 3 മാസത്തെ വാലിഡിറ്റി ഉണ്ടായിരിക്കണം. ഇവിടെ വന്ന് എത്ര ദിവസം കഴിഞ്ഞ് വാഹനം ഓടിച്ചു എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. എൻ്റർ ചെയ്യുന്ന ആ ദിവസം തൊട്ടാണ് 3 മാസത്തെ വാലിഡിറ്റി കണക്കാക്കുന്നത്. അതുമാത്രമല്ല, ഈ പറയുന്ന ഫോറിൻ അല്ലെങ്കിൽ ഇന്റർനാഷണൽ ഡ്രൈവിംഗ് ലൈസൻസിന് ഒമാൻ വെഹിക്കിൾ അസോസിയേഷനിൽ നിന്ന് പ്രത്യേക പെർമിറ്റും എടുത്തിരിക്കണം. ഇങ്ങനെയുള്ള ആളുകൾക്ക്, ടൂറിസ്റ്റുകൾക്കും ട്രാൻസിറ്റ് യാത്രക്കാർക്കുമൊക്കെ ഇവിടെ വാഹനം ഓടിക്കാം. സൂറിലെ അൽബാർ ഏരിയയിൽ മത്സ്യബന്ധനത്തിനിടെ കഴിഞ്ഞ ദിവസം ബോട്ടിൽ നിന്ന് കടലിൽ വീണ ആൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. ഊർജിതമായ തിരച്ചിലാണ് അത്യാധുനിക സൗകര്യങ്ങളുള്ള ഉപകരണങ്ങളുടെ സാന്നിധ്യത്തിൽ ഇപ്പോൾ നടത്തി വരുന്നത്. ഇതുവരെയും കാണാതായ ആളെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. ഒമാൻ ഭരണാധികാരി ഹിസ് മജസ്റ്റി സുൽത്താൻ ഹൈത്തം ബിൻ താരിഖിന്റെ 2 ദിവസം നീണ്ടുനിന്ന ഔദ്യോഗിക തുർക്കിയ സന്ദർശനത്തിന് സമാപനമായി. ഇരു രാജ്യങ്ങളും കൂടുതൽ ശക്തമായി മുന്നോട്ട് പോകുന്നതിന് വേണ്ടി നിരവധി കരാറുകളിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ചു എന്നുള്ള ഔദ്യോഗികമായ വിവരങ്ങൾ ലഭിച്ചു കഴിഞ്ഞു. സന്ദർശനത്തിന്റെ ഭാഗമായി തുർക്കിയയിലെ നിരവധി ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലങ്ങളിലും സുൽത്താൻ സന്ദർശനം നടത്തി. ഡിസംബർ 1 തീയതി ഞായറാഴ്ച വരെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് ഒമാൻ കാലാവസ്ഥാ കേന്ദ്രം. മഴയ്ക്കും കാറ്റിനും കൂടുതൽ സാധ്യതയുള്ളത് വടക്കൻ ഗവർണറേറ്റുകളിലാണെന്നും ഒമാൻ കാലാവസ്ഥാ കേന്ദ്രം സൂചിപ്പിച്ചിരിക്കുന്നു. മഴ 1 തീയതിക്ക് ശേഷം ശമിച്ചാലും കാറ്റ് കുറച്ചധികം ദിവസത്തേക്ക് നീണ്ടു നിൽക്കുമെന്നുമാണ് ഈ ഒരു അറിയിപ്പിൽ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോഴത്തെ ഒരു കാര്യം നോക്കുകയാണെങ്കിൽ ഒമാന്റെ വിവിധ പ്രദേശങ്ങളിൽ ഇതിനോടകം തന്നെ ചൂട് ഗണ്യമായ രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്. എങ്കിലും ഔദ്യോഗികമായ ശൈത്യകാലം ഇനിയും ആരംഭിച്ചിട്ടില്ല എന്നും ഡിസംബർ 21-നോ 22-നോ ശക്തമായ ഒരു തണുപ്പ് കാലത്തിലേക്ക് രാജ്യം കടക്കുമെന്നും അതിനുശേഷം മാത്രമേ ശൈത്യകാലം ആരംഭിച്ചു എന്ന് ഒഫീഷ്യലി പറയാൻ സാധിക്കുകയുള്ളൂ എന്നും ഒമാൻ കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചിരിക്കുകയാണ്. ഒമാൻ മലയാളം സ്പെഷ്യൽ അപ്ഡേറ്റ്സ് 2024 നവംബർ 29 വെള്ളിയാഴ്ച.